ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും 3 മണിക്കൂർ എനിക്കൊരു മൂത്രം ഒഴിക്കാൻ പോലും എന്നെ അനുവദിച്ചിട്ടില്ല. കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണോ വെള്ളം കുടിക്കാൻ? ഞാൻ ഇങ്ങനെ പറയാനായിട്ട് അത്രയും വിഷമമുണ്ട് എനിക്ക്. എന്തേ കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ്, അഭംഗിയാണെന്ന് തോന്നിയില്ല? പേന വെച്ച് എൻ്റെ മുതുകിൽ ഇങ്ങനെ കുത്തുക. സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കുക, ഉറക്ക ചെവിയിൽ ചീത്ത വിളിക്കുക, അതിനപ്പുറം ഒരു വേദനയില്ല. ഒരു സ്ത്രീ അങ്ങനെ വെറുതെ പറയുമോ? ഇതെന്താ കുലുക്കിക്കൊണ്ടിരിക്കുന്നേ? ലുട്ടാപ്പി എന്തൊരു ലുട്ടാപ്പി? അതെന്തായാലും നോട്ടി ഈ കാർട്ടൂണിലൊക്കെ വരൂലേ അമ്മ, കുന്തത്തിന്റെ പുറത്ത് ലുട്ടാപ്പി. ആ അതിന് നിനക്കെന്തരേ? കോർപ്പറേഷൻ ഓഫീസിന്റെ വാർഷികം വരെയല്ലേ? ആ അതിന് ഞാൻ അതിൽ നാടകത്തിൽ ലുട്ടാപ്പി ആയിട്ട് അഭിനയിക്കാൻ പോകണം. തന്നെ? അപ്പൊ ഈ ഡാഗിനിയും കുട്ടൂസനും ഒന്നും വേണ്ടാടാ? അതൊക്കെ അവിടെ ഒരുപാട് പേരുണ്ടോ അഭിനയിക്കാൻ? ആ അവിടെ ഉള്ളവര് അഭിനയിക്കണ്ടല്ലേ? ജീവിതത്തില് അവിടെ ഉള്ളവര് ഡാഗിനിയും കുട്ടൂസന്മാരും തന്നല്ലേ മാമ. എന്താ കേസ് എന്തരക്കായി മാമ? കേസ് എന്തരാമാൻ? വടക്കുന്ന് ഒരാള് മേയറെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എന്നാലും അമ്മ എ റഹീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് പോയി മാമ. എന്താ അതിനുള്ള ചങ്കൂറ്റൊന്നും റഹീം സഖാവിനില്ല. ആക്ക് ചങ്കൂറ്റ ഇല്ല എന്നാ? ഓ ഇവിടെ ഒരു 5-6 വർഷത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡയറക്ടർ അത് ഒരു പാവ പഠിച്ച സ്ത്രീയെ മുൾമുനയില് നിർത്തിയതല്ലടാ ഈ എ റഹീം. നമ്മൾ റഹീം സഖാവാ? വാ നിന്റെ സഖാവ് റഹീം. ഒരു 200ഓളം SFI പ്രവർത്തകർ അഡ്വക്കേറ്റ് എ റഹീമിന്റെ നേതൃത്വത്തിൽ അവിടെ വരികയും കയറി വന്നിട്ട് എ റഹീം നേരെ പോയി PVCയുടെ മുമ്പിൽ കുറേ ചീത്തയാണ് വിളിച്ചത്. ഇത് ഞാൻ വിശ്വസിക്കൂല. എന്തരെ വിശ്വസിക്കൂല? റഹീം സഖാവല്ല നമ്മൾ ഒരു സഖാക്കന്മാർ ചീത്ത വിളിക്കൂല. എന്തരെ മാമ? റഹീം സഖാവല്ല ഒരു സഖാക്കന്മാർ ചീത്ത വിളിക്കില്ല മാമ. എടാ ഇതൊക്കെ ആരെ ശിഷ്യന്മാരെന്നറിയാം? ആരോ അമ്മ? MM മണിയിലെ ശിഷ്യന്മാരാണ്. അപ്പൊ ചീത്ത വിളിക്കുമല്ലോ അമ്മ? പിന്നല്ലാതെ. അത് മാത്രമല്ലടാ, പിന്നെ നിങ്ങളെ സ്ഥിരം കലാപരിപാടികളും നടത്തുമെന്ന് അവരടുത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നേ. അതിനാമോ നമ്മളെ സ്ഥിരം കലാപരിപാടി കൊന്നുകളയും. എന്താന്നാ വിചാരിച്ചിരിക്കുന്ന? ഇന്ന് ഈ ബില്ലും ചെക്കും ഒപ്പിട്ട് തന്നിട്ടില്ലെങ്കിൽ താൻ ജീവനോടെ പുറത്തു പോകത്തില്ല. കേട്ടാടാ എടാ കേട്ടാ മാമ, ഇതൊക്കെ പറച്ചില് മാത്രമല്ലേ ഉള്ളൂ മാമ? പറച്ചില് മാത്രമല്ലടാ, പിന്നെ അവരെ നേരാമെന്ന ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. തന്നെയാമോ? 3 മണിക്കൂർ എനിക്കൊരു മൂത്രം ഒഴിക്കാൻ പോലും എന്നെ അനുവദിച്ചിട്ടില്ല. ഒന്ന് വെള്ളം കുടിക്കാൻ. ഞാൻ ഇങ്ങനെ പറയാനായിട്ട് അത്രയും വിഷമമുണ്ട് എനിക്ക്. ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടിരുന്നു. അപ്പോൾ ഓരോ മുടിയായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ പിടിച്ചു വലിക്കും. പേന വെച്ച് എൻ്റെ മുതുകിൽ ഇങ്ങനെ കുത്തുക. സഖാവാണോ അല്ലേ സഖാബ്? എവന്റെയൊക്കെ മുഖത്ത് നോക്കി എങ്ങനെയാടാ സഖാബ് എന്ന് വിളിക്കുന്നത്? അത് ശരി തന്നെ അമ്മ. എന്താണ് ശരി തന്നെ? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? പിന്നല്ലാതെ മോശമല്ലേ? നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്താണെങ്കിൽ നമ്മൾ സഹിക്കുവാമോ? നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അടുത്താണെങ്കിൽ ഉണ്ടല്ലോ അടിച്ചവന്റെ കവാലത്തിനെ പറന്നു കളഞ്ഞനെ. അത് ശരി തന്നെ, അത് ശരി തന്നെ. സംശയം ഉണ്ടാ മാമ? എന്താ? എന്റെ ഭാര്യക്ക് നിങ്ങളൊരു പാട്ട് എഴുതി കൊടുത്തില്ലേ? അതേത് പാട്ടാടാ? മാമ കോർപ്പറേഷൻ ഓഫീസിൽ ഭാഷയത്തിൽ പാടാൻ വേണ്ടിയുള്ള പാട്ട്. പാടാൻ ഒരു പാട്ട് കൊടുത്ത് അവള് പാടി എനിക്ക് തന്നു വിട്ടേക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ. അയ്യോ കേക്കട്ടെടാ, കേക്കട്ടെ. വയ്ക്കട്ടാ പയ്യെ. ഞാനും എൻ്റെ ആളും പൊന്നാങ്ങളെയും ചേർന്ന് ചേഷ്ടകൾ കൊണ്ട് ഒരു കച്ചറയുണ്ടാക്കി. അശ്ലീല ചേഷ്ട കണ്ടൊരു വിദ്വാൻ മെമ്മറി കാർഡും കൊണ്ടോടി മറഞ്ഞ്. എങ്ങനെയുണ്ടോ അമ്മ? നന്നായിട്ട് പാടിയേക്കുന്നേ. അവക്ക് 1 സമ്മാനം കിട്ടുമോ അമ്മ? എന്താ എന്തരേ? എന്റെ ഭാര്യക്ക് 1 സമ്മാനം കിട്ടുമെന്ന്. 1 സമ്മാനം കിട്ടൂലടാ. എന്തോ അവള് പാടിയത് കൊള്ളൂലേ? 2ാമത്തെ സ്ഥാനോ 3ാമത്തെ സ്ഥാനോ ഒക്കെ കിട്ടും. അപ്പൊ 1 സമ്മാനം ആർക്കും അമ്മ? 1 സമ്മാനം വിട്ടു കൊടുക്കൂലടാ. അതാർക്കും അമ്മ? 1 സമ്മാനം മേയർ തന്നെ കൊണ്ടുപോകും. എന്തിനു അമ്മ? 1 സമ്മാനം മേയറമ്മ തന്നെ കൊണ്ടുപോകുമെന്ന് തന്നെ.